ഹേ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ദാ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല, ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. അപ്പൊ ഇവിടെ ഫെയർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് അങ്ങോട്ടേക്ക് പോവാണ്. ദാ റോഡ് മൊത്തം ലൈറ്റിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടിയാണ് പോകുന്നത്. നമ്മള് ലൊക്കേഷൻ എത്തി, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഷോപ്സ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ഇതാണ് എൻട്രൻസ്. കന്നഡയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. കയറി വരുമ്പോൾ ഇവിടെ സൈഡ് മൊത്തം ഷോപ്സ് ആയിരുന്നു. ഡ്രസ്സ്, സ്ലിപ്പേഴ്സ്, പിന്നെ സ്നാക്സ് ഐറ്റംസ്, പിന്നെ കളിപ്പാട്ടങ്ങൾ, കോസ്മെറ്റിക്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടുള്ള ഒരു ചന്ത എന്ന് പറയാം. പിന്നെ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് റൈഡ്സ് കാണാൻ പറ്റും. അങ്ങനെ റൈഡ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് വേണ്ടുന്ന ഒരു സാധനം അവിടെ കണ്ടത്. ഇതാണ് ബോൾ കളി. ഈ ഐറ്റം എവിടെ കണ്ടാലും ഞാനിത് കളിച്ചിരിക്കൂട്ടാ, അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ കളിച്ചിട്ട് എനിക്ക് കിട്ടിയ സംഭവമാണ് ഇത്. ഞാനും അനിയനും കൂടിയാണ് കളിച്ചത്. അപ്പൊ അനിയന് ഒരു ബ്രഷ് ഇടുന്ന ഒരു സ്റ്റാൻഡും എനിക്ക് സോപ്പ് ഇടുന്ന ഒരു ഇതും കൂടിയാണ് ഗൈസ് കിട്ടിയത്. പിന്നെ നമ്മുടെ മെയിൻ റൈഡ്സ് ഉള്ള പാർട്ടിലേക്ക് നമ്മൾ പോയി. പക്ഷെ എനിക്ക് ഒരു റൈഡ്സിലും കയറാൻ പറ്റിയിട്ടില്ല ഗൈസ്. ആ സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്ന് തലകുത്തി പറയുന്ന ഒരു സംഭവം കൂടി കാണുന്നത്. ഇത് കണ്ടതോടെ എന്റെ കിളി പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടുട്ടാ. ബൈ മീറ്റ് മൈ സ്വീറ്റ് ലിറ്റിൽ ബ്രദർ. ഇതാണ് ഗൈസ് എന്റെ അനിയൻ. അവന് ക്യാമറ ഫേസ് ചെയ്യാൻ മടിയാണെന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ എടുത്തിട്ട് പോകുമ്പോൾ അപ്പൊ അവൻ അവിടെ നിന്ന് തലയും തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. VIP ആണ് ഗൈസ്, VIP. അത്ര പെട്ടെന്നൊന്നും ക്യാമറയുടെ മുന്നിൽ വരൂല. പിന്നെ ഇതെന്റെ അച്ഛൻ ആൻഡ് ദിസ് ഇസ് മൈ മദർ. പിന്നെ അടുത്ത മെയിൻ കലാപരിപാടി ഫുഡ് അടി പരിപാടിയായിരുന്നു. പൊരി വന്നു, പാനിപ്പുരി വന്നു, ഗോബി വന്നു, പിന്നെ ഒരു വലിയൊരു പപ്പടം കൂടി വന്നു. അതിന്റെ നടുക്ക് കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വെച്ച് ഞാൻ നിർത്തി, കാരണം ഇനി വല്ല ഫുഡ് പോയ്സണും വന്ന് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഫസ്റ്റ് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ വന്നു ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്കും കമന്റും കൂടി ചെയ്യണേ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബൈ ബൈ.